ആലപ്പുഴ ജില്ലയിലെ രാമഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് 2207 സ്ക്വയർ ഫീറ്റ് വരുന്ന വെസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീടിന്റെ ജനറൽ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂമാണ്, എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഒരു ഡൈനിങ്ങിനോട് ചേർന്ന് കോമൺ ടോയ്ലറ്റും വാഷ് ഏരിയയും വരുന്നുണ്ട്. ഈ വിധത്തിലാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് പോയിട്ടുള്ളത്. ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പറയുന്ന പോലെ 1, 2, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ 3 ബെഡ്റൂംസാണ് വന്നിട്ടുള്ളത്. മുമ്പ് പല ഇതിലും പറഞ്ഞു ഇത് 3 ബെഡ്റൂം 2200 സ്ക്വയർ ഫീറ്റോളം വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 4 ബെഡ്റൂം വേണേലും ഒരു 2000 സ്ക്വയർ ഫീറ്റ് വേണേലും ലിമിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് 3 ബെഡ്റൂം 2200 സ്ക്വയർ ഫീറ്റിലേക്ക് വരാനുള്ള കാരണം ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിയുമ്പം സ്റ്റെയർ കേസ് ബാക്ക് സൈഡിൽ കിഴക്ക് ഭാഗത്തും ബെഡ്റൂംസ് പടിഞ്ഞാറ് ഭാഗത്തും കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള ലിവിങ് സ്പേസ് എടുത്തു തരുന്നതിൻ്റെതാണ് പ്രധാനമായിട്ടും ഇതിന് സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റും അങ്ങനെ തന്നെയായിരുന്നു. അതേസമയത്ത് സ്പേസ് കുറയ്ക്കാമായിരുന്നു, ഒരു 2000ലേക്ക് താഴെ കൊണ്ടുവരാമായിരുന്നു നമുക്ക് സിംഗിൾ സ്റ്റോറി ആയിരുന്നെങ്കിൽ. ഇനി അതുമല്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഈ ബെഡ്റൂം നേരെ ബാക്ക് സൈഡിൽ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവിടെ ബെഡ്റൂം വരുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കുറയ്ക്കാമായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഞങ്ങൾ ആ ലൊക്കേഷൻ്റെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ പടിഞ്ഞാറ് ഫേസിംഗ് എന്ന് ഞാൻ പറഞ്ഞു. പടിഞ്ഞാറ് ഫേസിങ്ങിലേക്ക് നല്ല കാറ്റും ഒക്കെ അവിടെ, പ്രത്യേകിച്ച് കുട്ടനാട് ഭാഗത്ത് കാറ്റ് വരുന്ന പടിഞ്ഞാറ് ഭാഗത്തുനിന്നാണ്. അത് മാത്രമല്ല നല്ലൊരു ഒരു നെൽപ്പാടവും ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവിടെ നല്ലപോലെ കാറ്റ് കിട്ടാനായിട്ട് ഒരു ബെഡ്റൂമും അതിനോടനുബന്ധിച്ചുള്ള ബാൽക്കണിയും അത് 3Dയിൽ കാണാവുന്നതാണ്. നല്ല എയർ ഇൻടേക്ക്, നല്ല കാറ്റ് കിട്ടാനായിട്ട് വെസ്റ്റ് സൈഡിൽ അവർക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിത്ത് ബാൽക്കണി വേണമെന്നുള്ളൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് പടിഞ്ഞാറ് സൈഡിൽ നിന്നുള്ള എയർ ഇൻടേക്ക് നമ്മൾ എല്ലാ പ്രൊവിഷനിലും കൊണ്ടുവരുന്നത് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പടിഞ്ഞാറ് സൈഡിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് നല്ലപോലെ കാറ്റോടുകൂടി വരുമ്പം എബോവ് 45 ഡിഗ്രിയിൽ വെള്ളം ഇറച്ചി വെടിച്ച് കയറാനുള്ള കാര്യങ്ങൾ സാധ്യതയുണ്ട്. അതനുസരിച്ച് ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടിൻ്റെ ആയാലും ഈ ബാൽക്കണിയുടെ ആയാലും റൂഫിങ് ചായച്ച് നിർത്തുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എലിവേഷനിൽ മനസ്സിലാവുന്നതാണ്. ക്രോസ് വെന്റിലേഷൻസ് പ്രോപ്പറായിട്ട് എടുത്ത് പോയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനായാലും ക്രോസ് വെന്റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്രോസ് വെന്റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂംസ് ഡ്രസ്സിങ്ങിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് കയറുന്നു. അതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ചിട്ടുണ്ട്, എല്ലായിടത്തും വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ചിട്ടുണ്ട്. ഡ്രസ്സിംഗ് സ്പേസ് വന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ് സ്പേസിൽ നിന്നാണ് ടോയ്ലറ്റിലേക്കുള്ള എൻട്രൻസ് വന്നിട്ടുള്ളത്. പിന്നെ മധ്യസൂത്രം പോലുള്ള കാര്യങ്ങൾ, വാസ്തുപരമായിട്ട് ഉള്ള കാര്യങ്ങൾ, ക്രോസ് പാസിങ്ങിന് വേണ്ടിയിട്ട് എയർ, ലൈറ്റ് ഇൻടേക്കും എക്സോസ്റ്റിനും വേണ്ടിയിട്ട് ഉള്ള പ്രൊവിഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഫോമൽ സിറ്റ് ഔട്ടിൽ നേരെ ഫോമൽ സ്പേസിലേക്ക് കയറുന്നു. പിന്നെ ഈ പറയുന്ന ഇൻസൈഡ് ഏരിയയിലേക്കൊന്നും വ്യൂ വരുന്നില്ല. സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഫാമിലി സ്പേസ് നമ്മൾ നടത്തിയിട്ടുള്ളത്. പിന്നെ അവരുടെ റിക്വയർമെന്റിൽ പറഞ്ഞിരുന്ന യൂട്ടിലിറ്റി പറഞ്ഞിരുന്നില്ലായിരുന്നു. ഒരു കിച്ചണും അതിന്റെ പുറകിലൊരു സ്റ്റോറുമാണ്. അത് ആ വിധത്തിലാണ് കൊടുത്ത് നടത്തിയിട്ടുള്ളത്. കയറി വരുമ്പം ഈസ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന വിധത്തിൽ പ്രയർ യൂണിറ്റ്, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ഇവിടെ ഈ പ്രയർ യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാൻഡിങ്ങിനെ വളരെ വൈഡാക്കി കൊടുത്തിരിക്കുന്നതിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ടോയ്ലറ്റും അതുപോലെ ഈ വാഷ് ഏരിയയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ യൂട്ടിലിറ്റി കൊടുക്കുന്നത് കൂടാതെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റെയർ കേസ് വഴി മേളിലേക്ക് ഓപ്പൺ ടെറസിൽ തുണി വിരിച്ചിടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിയുമ്പോഴത്തേനും TV യൂണിറ്റും ഒക്കെ കൊടുത്ത് വളരെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ പ്ലാനിൽ ഫസ്റ്റ് ഫ്ലോറിൽ എടുത്തു പറയേണ്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ട് ഫേസ് ചെയ്യുമ്പോഴത്തേനും ഇത് വെസ്റ്റ് സൈഡ് നെൽപ്പാടമൊക്കെ വരുന്ന ഒരു ഏരിയ. അവിടുന്ന് എയർ ഇൻടേക്ക് നല്ല വിധത്തിൽ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ വൈഡായിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ശ്രദ്ധിച്ചറിയാം, ഈ ബാൽക്കണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീടിനെ സംബന്ധിച്ച്, ആ ലൊക്കേഷനെ സംബന്ധിച്ച്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഈ ബാൽക്കണി. അപ്പോൾ ഓവറോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 1410 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നത് 797 സ്ക്വയർ ഫീറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്ന ഡിഫറൻസ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് 600+ സ്ക്വയർ ഫീറ്റ് ഓപ്പൺ ഡ്രസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വാട്ടർ ടാങ്ക്, ഓപ്പൺ ടു സ്കൈ പർപ്പസിന് ഡ്രസ്സൊക്കെ ഉണങ്ങാനായിട്ട് ഇടാനും, എന്തെങ്കിലും സ്പൈസസ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉണങ്ങാനും അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഓപ്പൺ ടെറസ് വളരെ അത്യാവശ്യമാണ്.
അതിന് മാക്സിമം ഡീസൻറ്റ് സ്പേസും ബാക്കി ഫ്രണ്ടിലേക്ക് ഓപ്പൺ ബാൽക്കണിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത ഇതിൻ്റെ ഒരു 3Dയുടെ പോർഷനിലേക്ക് പോവുകയാണ്. 3D എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രോപ്പിക്കൽ ട്രഡീഷണൽ ഫ്യൂഷനിലാണ് 3D ചെയ്തിരിക്കുന്നത്. ട്രോപ്പിക്കൽ ട്രഡീഷണൽ എന്ന് പറയുമ്പം ട്രഡീഷണലിൻ്റെ ടച്ച് വരുന്ന ടെറാക്കോട്ട പ്രോഡക്റ്റുകൾ, അതായത് നാടൻ മാംഗ്ലൂർ ടൈൽ എന്ന് പറയുന്ന റൂഫ് ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലേ ബ്രിക്ക് ക്ലാഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. റാൻഡം റബിളിൻ്റെ RR ക്ലാഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ ട്രഡീഷണൽ ടച്ചിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ സീലിംഗ് ഓടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രോപ്പിക്കലിലേക്ക് വരുമ്പോൾ നമ്മളൊരു ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള UPVC WPC പ്രോഡക്റ്റുകളാണ് ജോയിനറീസിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിൽ വരുന്ന സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്ന UPVC ആണ്. ഇവിടെ വരുന്നത് ഈ പറയുന്ന WPCയുടെ യൂണിറ്റാണ്. ഇതെല്ലാം ഫേസ് ചെയ്ത് വരുന്ന WPC ആണ്. WPC ചൂസ് ചെയ്യാൻ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പടിഞ്ഞാറ് സൈഡിൽ നിന്ന് നല്ല ശക്തമായിട്ട് കാറ്റും മഴയും വരുന്ന സമയത്ത് ഇറച്ചിലടിക്കാനുള്ള സാധ്യത, ഈ കാറ്റ് വരുമ്പം അതിൻ്റെ കൂടെ ആ ഒരു ഡിഫിക്കൽറ്റിക്ക് സാധ്യതയുണ്ട്. ഒരു വാട്ടർ അബ്സോർപ്ഷൻ കുറഞ്ഞ പ്രോഡക്റ്റ് ആയിട്ടുള്ള WPC ആണ് നമ്മൾ അതിനുവേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ടൈം ഈ ചായ്വുകൾ നല്ലപോലെ കൊടുത്ത് ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതും ആ ഇറച്ചിൽ സിറ്റ് ഔട്ടിലേക്ക് കുറയ്ക്കാനും, അതുപോലെ ബാൽക്കണിയിലേക്കാണെങ്കിലും ഈ ചായ്വ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഇറച്ചിൽ ബാൽക്കണിയിലേക്ക് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത ഈ പ്രോജക്റ്റിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്, കുട്ടനാട് പോലുള്ള സ്ഥലങ്ങൾ അറിയാം, ഈ വെള്ളം പൊങ്ങുന്ന ഇഷ്യൂസും കാര്യങ്ങളും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി 3 സ്റ്റെപ്പ് പ്ലസ് 45 നമ്മൾ ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ അല്ലെ 1.5 അടി പൊക്കത്തിൽ തറ കൊടുക്കുന്നതിന് പകരം ഇവിടെ സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 1, 2, 3, 4, 5, 6 ഓൾമോസ്റ്റ് 90 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. ആ ഹൈറ്റ് ഇവിടെ കണ്ടാൽ അറിയാം. ഈ തറപ്പൊക്കം എന്ന് പറയുന്നത് ഏകദേശം 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഒത്തിരി സ്റ്റെപ്പ് കണ്ടിന്യൂസ് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട്, ഒത്തിരി ആയാസകരമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1, 2, 3 തേർഡ് സ്റ്റെപ്പിൽ വന്നിട്ട് കാണാം ഇവിടെ നമ്മളൊരു ഇടമുറ്റം പോലെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക. ആ ഇടമുറ്റം പ്രൊവൈഡ് ചെയ്ത് അവിടെ ഈ പ്ലാന്റ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. അവിടെ 2 ചെയറുകളും ഒക്കെ പ്ലേസ് ചെയ്ത് ഇരിക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നേരെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ വെസ്റ്റ് സൈഡിൽ തന്നെ റോഡ് വരുന്നു. പ്രൈവസി ഇഷ്യൂ ഉണ്ടായിരിക്കാൻ വേണ്ടി കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 3D കാണുന്ന പോലെ തന്നെ ആ സീറ്റിംഗ് പ്രൊവിഷനിലേക്ക് ആ ഇടമുറ്റത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടൊരു ഹിൻഡ്രൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നത്തെ അതിജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, സെയിം ടൈം എലിവേഷന് നല്ല ഒരു മാറ്റ് കൂട്ടുന്ന ഒരു ഘടകമായിട്ട് ആ ഒരു ഏരിയ വന്നിട്ടുമുണ്ട്. ഇവിടെ ഒരു കോട്ടയാട് നമ്മൾ പ്ലാന്റ് കാണിച്ചിരിക്കുന്ന പോലെ അവിടെ ടെർമലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഗ്രിൽ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളവിടെ ക്രീപ്പർ പ്ലാന്റ്സും താഴേക്ക് ഇറക്കി അതേവഴി ക്ലൈംബ് ചെയ്ത് വിടാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സിലും ബർജറിലും സെപ്പറേറ്റ് നമുക്ക് ഇതിന് കളർ കോഡ്സ് ഉണ്ട്. പ്യുവർ വൈറ്റ് അല്ല വന്നിട്ടുള്ളത്. ആ ടെറക്കോട്ടായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഓഫ് കളറിൽ വരുന്ന ഒരു കളർ കോഡാണ്. കളർ കോഡ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഈ പ്ലാന്റ് അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.